നമ്മളൊക്കെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു ചരിത്രം പറയാം. മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക്ക് തങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് മസ്ജിദുൽ ഹറാമിൽ കിടന്നുറങ്ങിയാണ്. ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു. രണ്ട് മലക്കുകൾ പരസ്പരം ഇങ്ങനെ സംസാരിക്കുന്നു. ഒരു മലക്ക് മറ്റേ മലക്കിനോട് ചോദിച്ചു, ഈ വർഷം എത്ര ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്? ആ സമയത്ത് മറ്റേ മലക്ക് പറഞ്ഞു, 6 ലക്ഷം പേര്. എത്ര ആളുകളുടെ ഹജ്ജ് അള്ളാഹു താല സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ മലക്ക് പറഞ്ഞു, ഒരാളുടെ ഹജ്ജും അള്ളാഹു താല സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ദമസ്കസ് എന്ന് പറയുന്ന ഒരു നാട്ടിലുള്ള മുവഫക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ പ്രാവശ്യം ഹജ്ജൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹു താല ഹജ്ജ് ചെയ്ത് പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹജ്ജ് മാത്രമാണ് അള്ളാഹു താല സ്വീകരിച്ചതെന്ന് പറഞ്ഞു. പെട്ടെന്ന് അബ്ദുല്ലാഹിബിൻ മുബാറക്ക് റളിയല്ലാഹു അൻഹു ഉറക്കിൽ നിന്ന് ഉണർന്നു. ആകെ ഇങ്ങനെ അന്താളിച്ചു നിന്നുപോയി. ആരായിരിക്കും ആ മനുഷ്യൻ? അങ്ങനെ ദമസ്കസ് ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാനവറുകൾ സഞ്ചരിച്ചു. ഒരുപാട് ഇയാൾ അന്വേഷിച്ച് നടന്നു. അവസാനം ഒരു ചെരുപ്പ് തുന്നിയുടെ അടുത്ത് എത്തിച്ചേർന്നു. ഈ ചെരുപ്പ് തുന്നിയായ മനുഷ്യനോട് ചോദിച്ചു, മുവഫക്ക് എന്ന് പറയുന്ന ആളെ നിങ്ങൾക്കറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനാണ് മുവഫക്ക്. ആ സമയത്ത് അബ്ദുല്ലാഹിബിൻ മുബാറക്ക് റളിയല്ലാഹു അൻഹു താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പദവി കിട്ടിയതെന്ന് ചോദിച്ചു. ഈ മുവഫക്ക് എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിൻ്റെ കഥ വിവരിച്ചു. ഞാനൊരു ചെരുപ്പ് തുന്നിയാണ്, വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു 300 ദിർഹം സമ്പാദിച്ചു ഹജ്ജ് ചെയ്യാൻ വേണ്ടി. ഈ വർഷം ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അതിനൊരിക്കൽ ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് എൻ്റെ ഭാര്യ ഗർഭിണിയായതുകൊണ്ട് തന്നെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ആ സമയത്താണ് തൻ്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് നല്ല മാംസത്തിൻ്റെ വാസന അടിക്കുന്നത്. ഈ സമയത്ത് എന്നോട് ഭാര്യ പറഞ്ഞു, എനിക്ക് മാംസം കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് കുറച്ച് മാംസം വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് മാംസം ചോദിച്ചു. അവിടെ ആകെയുള്ളത് ഒരു യുവതിയായ ഒരു സ്ത്രീ മാത്രമാണ്. ഭർത്താവില്ല, ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുട്ടികളാണ്. അങ്ങനെ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഈ മാംസം നിങ്ങൾക്ക് ഭക്ഷിക്കാൻ സാധ്യമല്ല, കാരണം ഇത് ഞങ്ങൾക്ക് ഹലാലാണ്, പക്ഷെ നിങ്ങൾക്കിത് ഹറാമാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രം ഇത് ഹലാലാകുന്നത്? ആ സമയത്ത് ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ കുട്ടികൾ ഒരുപാട് ദിവസമായി വിശന്ന് കരയാണ്, ഭക്ഷിക്കാനൊന്നുമില്ല. ആ സമയത്ത് ഇങ്ങനെ ഭക്ഷണം തേടി അലഞ്ഞപ്പോൾ വഴിയിൽ നിന്ന് കിട്ടിയ ഒരു കഴുതയുടെ ശവം അത് വേവിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് ഞാനാകെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഞാൻ സമ്പാദിച്ചു വെച്ച ആ 300 ദിർഹം എടുത്തുകൊണ്ട് ആ സ്ത്രീക്ക് കൊണ്ടുപോയി കൊടുക്കുകയും അവരോട് ഞാൻ പറഞ്ഞു, ഇതുമായിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം, ഇത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മാത്രം ഹജ്ജ് ചെയ്ത കൂലി ഈ പ്രാവശ്യം നൽകാനുള്ള കാരണമെന്ന് മുവഫക്ക് എന്ന് പറയുന്ന ആ കൂട്ടുകാരൻ മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക്ക് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് ഭക്ഷണമില്ലാതെ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന ആളുകൾ. നമ്മൾ നമ്മുടെ അയൽവാസികളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വയം ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലും നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി നമ്മുടെ ചുറ്റും ജീവിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരല്പസമയമെങ്കിലും നമ്മളൊക്കെ മാറ്റിവെക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.